മുകളിലേക്ക് നടന്നു നോക്കാം. ഇത് ഇതുവരെ ഉണ്ട് നോക്കാം. വടിയിലിങ്ങനെ ചെറിയ ഇതൊക്കെ ഉണ്ട്. നമുക്ക് ഈ വഴി നടന്നു നോക്കാം. മൂലയും മാമി അവിടെ നിന്ന് വഴി വരുന്നില്ല പറഞ്ഞു. ഞാൻ ഒറ്റയ്ക്ക് നടക്കിറങ്ങിയേക്കാണ്. നല്ല തണുപ്പ് കേട്ടോ, അടിപൊളി തണുപ്പ്. നമ്മുടെ ഒപ്പമുള്ള കുറച്ച് പേര് ഇതിൽ പോണുണ്ടോ, അതുകൊണ്ട് അവരെ ഫോളോ ചെയ്യാം. അടിപൊളി. ഇത് കുറേ ഉണ്ട് കേട്ടോ അടിക്ക് നടക്കാൻ. വിജനത എനിക്ക് ഫീൽ ചെയ്യണല്ലോ. എവിടെ പോയവരെന്ന് കാണാനല്ലോ മുമ്പ് പോയവരെ. അയ്യോ, സൗണ്ടൊക്കെ കുറഞ്ഞു തുടങ്ങി. ഏകാന്തതയുടെ ഫീല് വന്നു തുടങ്ങി. ആരെ കാണാനില്ല ചുറ്റും, മുമ്പിലും ഇല്ല പിന്നിലും ഇല്ല. അവിടെ നമ്മുടെ ഒപ്പം വന്ന ആൾക്കാരാണ്, അവർ വന്നിട്ടുണ്ട്. നമ്മുടെ ഒപ്പം വന്ന പഞ്ചായത്തുകൾ ഇവരുണ്ട്. ഇവരെ ഫോളോ ചെയ്തിട്ട് ഞാൻ വന്നേട്ടാ അങ്ങോട്ട്. ഭാരത ഫുൾ സ്റ്റൈൽ വ്യൂ പോയിന്റ് പാർക്കിംഗ് ഏരിയ എഴുതിയിട്ടുണ്ട്. എത്ര ദൂരം പോകാൻ പറ്റുമെന്നറിയില്ല. ഇങ്ങോട്ട് ഒരു വഴി കാണുന്നുണ്ട്, ഇവിടെ ഈ വഴിക്ക് പോകുന്നുണ്ട്. നമുക്ക് 11:40 വണ്ടിക്ക് എത്തണം. അപ്പോൾ 2-5 മിനിറ്റ് കൂടി നടക്കാം, വീണ്ടും പതുക്കെ തിരിയാം. 11:40 വണ്ടിക്ക് എത്താൻ പറഞ്ഞിട്ട്. അപ്പോൾ തിരിച്ച് കയറണ്ടേ ഇനി. ഏകദേശം 23 ഇവിടെ എന്താ പരിപാടി? ഇവിടെ എന്തൊക്കെ പരിപാടിയൊന്നുമില്ല. പരിപാടി മതി. ഇനിയിപ്പോൾ തിരിച്ചു പോകാൻ നിൽക്കില്ല. ബാക്ക് ഞാൻ തിരിച്ച് ഞാൻ നടക്കട്ടെ കേട്ടോ. ഇനിയിപ്പോൾ നടന്നില്ലെങ്കിൽ 11:40 തിരിച്ചവിടെ എത്തില്ല. ഇതുവരെ എത്തി, ഈ ഒരു പോയിന്റ് വരെ എത്തി. ഇനി അടിക്ക് ഇങ്ങനെ നടന്നു പോകാനുണ്ട് കേട്ടോ. എന്നാ സെറ്റപ്പ് പരിപാടികളെ. തണുപ്പ് എന്ന് പറഞ്ഞിട്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത തണുപ്പ് കേട്ടോ. തിരിച്ചു പോവാണ് ഉള്ളൂ. തിരിച്ചു പോവാം, ഇങ്ങനെ നമ്മൾ നേരം വൈകും. തിരിച്ച് കയറ്റൊക്കെ കയറണം. കിതപ്പും തുടങ്ങി, തണുപ്പും കിതപ്പും. നല്ലൊരു സുഖമായിരുന്നു കേട്ടോ. എക്സ്പീരിയൻസായി, അടിപൊളി എക്സ്പീരിയൻസാണ്. ഈ വഴി കൂടെയൊക്കെ ആൾക്കാർ കയറുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ സൈഡിൽ കൂടെ ഇറങ്ങാൻ പറ്റുന്നതാണ്. നേരെ ഡയറക്റ്റ് വെള്ളത്തേക്ക് പറ്റുന്നൊക്കെ തോന്നണേ. നമ്മൾ വന്ന ഫോളിൻ്റെ അവിടേക്കാണ് എത്തി. അമൂല്യ ഇവിടെ ഉണ്ട്. അങ്ങനെ നമ്മളിത് ഇവിടുന്ന് കയറുകയാണ്. തിരിച്ച് വീണ്ടും കയറണം. പിന്നെ അത്യാവശ്യം നല്ല എക്സസൈസ് ആയിട്ടാണ്. കയറ്റം കയറാൻ നല്ല എഫർട്ട്, നല്ല കിടപ്പുണ്ട്. നമ്മുടെ ടൈം ഇപ്പോൾ 11:33, 7 മിനിറ്റ് കൂടി ഉണ്ട്. ഇപ്പോൾ എത്താറായിരുന്നു. നമ്മളെത്തി, റോട്ടിലെത്തി. നല്ല അവിടെ സൂര്യൻ്റെ നല്ല വെളിച്ചം തോന്നുന്നുണ്ട്. മുകളിൽ കോട ഇറങ്ങിയിട്ടുണ്ട്. അടിപൊളി. ഇത് അങ്ങനെ കറക്റ്റ് 11:37 നമ്മൾ വണ്ടിയിലേക്ക് പോവാണ്. നമ്മുടെ വണ്ടി ഇത് ഇനി അടുത്ത പോയിന്റിൽ എവിടെ നോക്കാം. നല്ല രസമുണ്ട് ഇതിൻ്റെ അടിയിലൊക്കെ പോണ സൗണ്ട് രക്ഷയിലിട. നല്ല തണുപ്പ്. ഞാൻ അവർക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കുകയാണ്. കുറേ വണ്ടികൾ വരുന്നുണ്ട്. ഇന്നിപ്പോൾ വ്യാഴാഴ്ചയാണ് കേട്ടോ. വ്യാഴാഴ്ച തന്നെ നല്ല തിരക്കുണ്ട്. ഇപ്പോൾ വീക്കെൻഡിലൊക്കെ ഒന്നും പറയണ്ട,
ആമി റോട്ടിക്ക് പോരുതടാ. വാ വാ വാ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു കയറി. ഇനി അടുത്ത സ്ഥലം, നെക്സ്റ്റ് പ്ലേസ്. ഇതേ ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. നല്ല കോട വന്ന് തുടങ്ങിയില്ല. കോട ഇപ്പം നല്ല കോടയാണ് പുറത്ത്. കോട വന്ന് ഇപ്പം നമ്മളിനി എത്താൻ പോകുന്നത് പാരഡൈസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏരിയയാണ്. പാരഡൈസ് ബിൽഡിങ്ങുകൾ കാണാല്ലേ. എന്താ കോട. ആമി വിശപ്പ് അറിയില്ലേ? നമ്മളിപ്പോ എവിടെ പോണേ? ഇതിലേക്കാ പോണേ? നമ്മളിപ്പോ ഈ കാണുന്ന പാരഡൈസ് തന്നെ ഇവിടേക്കാണ് പോകുന്നത്. നിറയെ വിസിറ്റേഴ്സ് ആയിട്ട് ഇവിടെ നിറയെ ആൾക്കാരുണ്ട്. സൈക്കിളൊക്കെ വെച്ചിട്ട് ആൾക്കാർ ഒന്ന് മുകളിൽ. ആ ബിൽഡിംഗ് ഒന്നും കാണാൻ പോലും ഇല്ല ഏറ്റവും. Normally, on your right hand side, you will see Mountain Rainier, but yeah, the weather we cannot really control it. Okay. Yeah, so unfortunately, I don't think we're going to see the paradise today. But look at the right hand side, you see the stair going up, right? When you go a little bit up, you will see the sign, and then it will point you, hey, this way. Left is to the Skyline Trail. Right is to another waterfall trail. Yeah, just like I mentioned. Yeah, that one is 5.5 miles. Actually, 8.8 miles, 5.5 kilometers. And that one is 1.5 miles. Okay. Back there, that is the restroom. So, we are leaving at 1:10. Yeah, so you can get lunch, and then after that, you can explore. Yeah, of course. ശരിക്കും ഇവിടുന്ന് നിങ്ങൾക്ക് ഒന്നും കാണാമല്ലോ. അതാണ് ശരിക്കും ഈ ഒരു ഫോഗ് ടൈമായ നിറയെ ഇതായതുകൊണ്ടേ മൊത്തം കോടയായതുകൊണ്ട് നമുക്ക് ആ ശരിക്കും ആ മൗണ്ടൻ കറക്റ്റ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റില്ല. കോട ഇല്ലാത്ത സമയത്ത് അത് ക്ലിയർ ആവുള്ളൂ മൗണ്ടൻ. ഇവിടെയാണ് ആ മൗണ്ടൻ വരണേ. ഒന്നും കാണാനില്ല. മൗണ്ടിൻ്റെ ഒന്നും കാണാനില്ല കേട്ടോ. നമുക്ക് ശരിക്കും ഇങ്ങനെ കാണേണ്ടതാണ് കേട്ടോ മൗണ്ടൻ. ആ ഭാഗമാണ് ഇങ്ങനെ, ഒന്നും കാണാനില്ല. നമ്മൾ ഈ വഴി നടക്കുകയാണ്. എങ്ങനെയുണ്ട്? ഇവിടെ ഒരു ഫോട്ടോ എടുക്കണ്ടേ? ഇത് ലാസ്റ്റ് സ്പോട്ടാ തോന്നുന്നു കേട്ടോ. അത് ഇവിടെ ഉള്ളൂ. ഓക്കെ, നമ്മൾ ഉദ്ദേശം ഇങ്ങോട്ട് കയറി നടക്കാനാണ് കേട്ടോ. ഓക്കെ, ശരിക്കും ഇവിടെയൊക്കെ നിറയെ പൂക്കളുണ്ടായ നല്ല രസമായിരുന്നു കേട്ടോ. ആ മൗണ്ടൈൻ കൂടി കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലൊരു വ്യൂ ആയിരുന്നു. എൻ്റെ ഒരു ചെറിയ വ്യൂ ഇവിടെ ഉണ്ട്. നമുക്ക് മിസ്സായ വ്യൂ ആണിത്. ഇങ്ങനെയുള്ളൊരു വ്യൂ ഏരിയയ്ക്കാണ് നമ്മൾ വന്നേക്കണേ. ഇപ്പം നമ്മളിവിടെയാണ്. ഇങ്ങനെയൊക്കെ ഹൈക്കിങ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കയറാം. അങ്ങനെ അത് ഇതിൻ്റെ മുകളിൽ കയറി നടക്കുകയാണ്. ഓടുന്നുണ്ട് പേര്. ഒരു രക്ഷയില്ല. ആ മൗണ്ടനും കൂടി കാണാണ്ടെങ്കിൽ നല്ലതായനെ. എത്ര ദൂരം കയറാൻ പറ്റും നോക്കട്ടെ. ഈ ബിൽഡിങ്ങുകളുണ്ട്, ഇതൊക്കെ ഒട്ടും കാണില്ല. അവിടെ ഒരു ഹോട്ടലാണ്. അവിടെ നിന്നാണ്, ആ ഹോട്ടലിലാണ് ഞങ്ങൾക്ക് ലഞ്ച് ഒരു ഇതാണ്. അതിനൊരു ലിമിറ്റ് ഉണ്ട്. എത്രയാണ്? $10 മാക്സിമം ഒരാൾക്ക് കഴിക്കാൻ പറ്റില്ല. അതിൽ പിസ്സ, സാൻഡ്വിച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് 3 പേർക്കും കൂടിയിട്ട് $30 വരെ. അതെ, എല്ലായിടത്തും കഴിക്കാൻ പറ്റില്ല. അങ്ങനെ ഈ വെറൈറ്റി പൂക്കളുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ പൂക്കളുകളുണ്ട് കേട്ടോ ഈ ഭാഗത്ത്. അടിപൊളി പൂക്കളുകൾ. നല്ല പിങ്ക് കളറിലുള്ളൊരു പൂവ്, വൈറ്റ് കുറേ ഉണ്ട്. ഇത് ശരിക്ക് എല്ലാം കൂടി കാണുമ്പോൾ നല്ല ഒരു വ്യൂ കിട്ടിയേനെ കേട്ടോ. കോട ഓടിയോ ആമി?
നമ്മള് അതെല്ലേ, നല്ല ബിൽഡിംഗ് അല്ലേ, സ്റ്റേ ആയൊരു എ ടൈപ്പ്. നമ്മളൊരു ഫോൾസിൻ്റെ അടുത്തേക്കാണ് കേട്ടോ പോണേ. രാമി നല്ല ഫാസ്റ്റ് ആയിട്ടാ, ഞാനും ഓടട്ടെ. നമ്മൾ ഈ ഫോൾസിലേക്ക് വന്നേക്കണേ കേട്ടോ, മിർത്തിൽ ഫോൾസ്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോണേ, മൂവിയാണ്. ഇവിടെ ഇരുന്നോ, ഒന്ന് കുറച്ച് നേരം അവിടെ ഇരുന്നോ രണ്ടുപേരും. അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇതേ എൻ്റെ നടക്കാണ്. ഓടിക്കോ, വീണ്ടും ഓടിക്കോ, രണ്ടുപേരും ഓടി. ഇവിടെ എന്തൊക്കെയുണ്ട് ബിൽഡിങ്ങുകൾ കേട്ടോ, നമുക്ക് കാണാൻ പറ്റാണ്ടാണ്. ഈ സമ്മർ, അതായത് ഞങ്ങൾ മറ്റേ മാൻഹാട്ടൻ കൻസസിൽ നിന്ന് അവിടെ ഞങ്ങൾ വരുമ്പോൾ 40, 38 ആ റേഞ്ചിലൊക്കെ ചൂട്. ഇവിടെ നേരെ എത്തിയപ്പോൾ 15, 16. ഇവിടെ അതിനും കുറവാണ് കേട്ടോ. ഞാൻ സിയാറ്റലിലെത്തിയ സമയത്താണ് പറയണേ. അവിടെ എത്തിയപ്പോഴാണ് ഞാൻ ഇത് വാങ്ങിയത്. ഇതൊന്നും നമ്മൾ കരുതിയിരുന്നില്ല. കോട്ട് ഞാൻ കരുതിയിരുന്നില്ല. ഇവിടെ നല്ലതാണ്. ഇപ്പോൾ ഈ സമ്മർ ടൈമിൽ ഇതാണ് അവസ്ഥ ഈ ഭാഗത്ത്. നമ്മളത് ഇവിടെ എത്തിയിട്ടുണ്ട്, അവിടെ കാണിക്കട്ടെ. ഇപ്പം നമ്മൾ ഈ ഭാഗത്താണ് എത്തിക്കണേ. ഇവിടെ എത്തി. എന്താ വെച്ചാൽ സമ്മർ ടൈമിലാണ് ഇവിടെ തുറക്കുള്ളൂ. അപ്പോൾ ആ സമയത്ത് തന്നെ ഈ ഒരു ക്ലൈമറ്റ് ഒരു രക്ഷ ഉണ്ടായില്ല, അടിപൊളി. ഇത് ശരിക്കും ഏറ്റവും നല്ല സമയം ഏതാ വരാൻ? ഇത് കാണുന്നുണ്ടെങ്കിൽ ഈ മൗണ്ടൻ കറക്റ്റ് ആണെങ്കിൽ പറഞ്ഞ പോലെ മുല്ലി പറഞ്ഞ പോലെ ഓരോ ദിവസം മാറും. ഇവിടെ ഇത്രയും കോടൻ ഉണ്ടാവാറില്ല. ഇപ്പം നാളെ വരിക ഇത് ശരിക്കും നമുക്ക് വ്യൂ കാണാൻ പറ്റുമായിരിക്കും. നമ്മൾ വന്ന ദിവസം നല്ല ഭാഗ്യമുള്ള ദിവസമായതുകൊണ്ട് കാണാൻ പറ്റിയില്ല. എന്നാലും ഇവിടെ പൂക്കളുണ്ടല്ലോ, ഒരു രക്ഷയില്ല. എത്ര പൂക്കളറിയോ, മൊത്തം പൂക്കളാണ് പടന്ന് കയറിയിരിക്കണം. നമുക്ക് വെറൈറ്റി പൂക്കൾ. നല്ലൊരു ഏരിയ ഉണ്ട് കേട്ടോ, അടിപൊളി. മാമി എവിടിച്ചോ, നമുക്ക് കുറച്ച് സ്പീഡിൽ നടക്കണം മാമി, നമുക്ക് തിരിച്ചു പോവാം. സൗണ്ട് കേൾക്കണുണ്ട് മറ്റേ ഇതിൻ്റെ വാട്ടർഫാളിൻ്റെ സൗണ്ട്. വാട്ടർഫാളിൻ്റെ സൗണ്ട് ക്ലിയർ ആയിട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ. ഇവിടേക്കാണോ വാട്ടർഫാൾ ട്രെയിൽ? ഇവിടെ ആണോ? എവിടെ വാട്ടർഫാളാ പോലെ? പൂക്കളുണ്ട്. ഓക്കെ, മൗണ്ടൻ അച്ഛൻ വീഴുന്ന അത് പൊട്ടി. അത് ഞാൻ ചെറുത് ഷൂട്ട് ചെയ്താൻ പോയതല്ലേ. നമ്മൾ വാട്ടർഫാളിൻ്റെ അടുത്ത് എത്താറായി. നമുക്കൊരു കൺഫ്യൂഷനായി. നമ്മുടെ ഡ്രൈവർ നമ്മളെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു ആദ്യം ഭക്ഷണം കഴിക്കലായിരുന്നു. എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളെ കാണാതായപ്പോൾ നമ്മളെ ഫോൺ വിളിച്ചു വിട്ടവർ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇറങ്ങിയതല്ലേ, ഇനി കുറച്ച് 12:30 ആകുമ്പോഴേക്കും ലഞ്ചിൻ്റെ ടൈം അവിടേക്ക് വരാൻ പറഞ്ഞിട്ട് ആൾ വേഗം ഫോളോ ഉണ്ട്, നേരെ തിരിച്ചു പോകാൻ തന്നെ പരിപാടി. വാട്ടർഫാൾ വ്യൂ പോയിൻ്റ് എത്തിയിട്ടാ. നമുക്കൊന്നും കാണാനില്ല ഇങ്ങോട്ട്. വാട്ടർഫാൾ നോക്കിയതാ. അമ്മേ, ചെറിയൊരു കുന്നുംപുറം ഉണ്ട് ഇവിടെ. ഇന്നിപ്പോൾ നാളെ വരുമ്പോൾ വേറെ ഇതിലാവും. എന്നെ പോലെ ഒന്നും കോട ഉണ്ടാവില്ല. അതിൻ്റെ മുകളിലൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിത് ഇവിടുന്ന് മൂവ് ചെയ്യണു. കുന്നിൻ്റെ മുകളിലേക്ക് കയറണ്ടാവില്ല, ഞങ്ങൾ തിരിച്ചിറങ്ങാണ്.
സമയമാവാറായി. ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. അടിപൊളി. ഇത് മൂളിക്ക് കയറാനൊക്കെ ഉണ്ട്. നമുക്ക് ഇപ്പോൾ 12:30 എത്തണം. തിരിച്ചു പോവാണ്. ഞങ്ങൾ കുറേ ഉണ്ട്. പിന്നെ അവിടേക്കൊക്കെ ഇറങ്ങാൻ പറ്റും. ആ ഭാഗത്തേക്കൊക്കെ ഇങ്ങനെ പോയ കുറേ അറ്റം വരെ ഉണ്ട് കേട്ടോ. പാല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഇനി ആമിനെ കൊണ്ടില്ല ഏട്ടൻ കിടും. അതെ, നമ്മളിവിടുന്ന് പോവാണ്. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് ഈ ഭാഗത്തിന്. അവിടെയാണ് മൗണ്ടൻ വന്നിരുന്നത്. നമുക്കൊക്കെ പോയി. ഇപ്പോൾ ശരിക്കും നമ്മൾ നാളെയൊക്കെ വരുമായിരുന്നെങ്കിൽ ഇതൊക്കെ കാണാൻ പറ്റുമായിരുന്നു. ഓരോ ദിവസം അനുസരിച്ച് മാറുന്നു പറഞ്ഞാൽ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും കാണല്. നല്ല വ്യൂ ആണ് കേട്ടോ. അവിടെ റോഡ് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇത്ര ഹൈറ്റിലാകുമ്പോൾ അവിടെ ചെറിയൊരു വാട്ടർഫാൾസ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ അറ്റത്ത് ഹെലികോപ്റ്ററൊക്കെ പോകുന്ന സൗണ്ട് കേൾക്കാണ്ട് ഒന്നും കാണുന്നില്ല. ഒരു പ്രായമുള്ള അമ്മൂമ്മ ഒരു ഫാമിലിയോട് ഫോട്ടോ എടുത്ത് തരണം ചോദിച്ചു. ഈ അമ്മൂമ്മയുടെയൊക്കെ പ്രായം കാണണം കേട്ടോ. അവരൊക്കെയാണ് ഇവിടെ ഹൈക്ക് ചെയ്ത് കയറി നടന്നു വരണേ. ആ അമ്മൂമ്മയാണ് ഞാൻ പറഞ്ഞത്. അമ്മൂമ്മ നല്ല പ്രായമായുള്ള അമ്മൂമ്മ. ഇവിടെ കുറേ ഇഷ്ടം പോലെ പൂക്കള്, നല്ല ഭംഗി. ഈ നല്ല രസമുണ്ട്. ഇത് നല്ലൊരു ഫോട്ടോ സ്പോട്ടാണ്. ഫോട്ടോ എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാട്ടത്. പാസ്പോർട്ടിൽ ഞങ്ങൾക്ക് ഫോട്ടോ എടുത്ത് തന്നു. ഒരു ബാക്കിൽ വേറെ ആൾക്കാർ നമുക്ക് ഫോട്ടോ എടുത്ത് തരും കേട്ടോ. അന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി ഫോട്ടോ ഞങ്ങൾക്ക് അവിടെ വെച്ച് ഫോട്ടോ എടുത്ത് തന്നു. എന്താ അല്ലേ, മരങ്ങളൊക്കെ ഉണ്ടല്ലേ. നമ്മൾ ക്രിസ്മസിന് യൂസ് ചെയ്യുന്ന മരങ്ങളല്ലേ ഇതൊക്കെ. ആ സമയത്ത് പൊട്ടിച്ചിട്ട് വിൽക്കണതാണ്. നല്ല കാശ് അതിനൊക്കെ അല്ല മൂല്യം. ഇത് ക്രിസ്മസിന് യൂസ് ചെയ്യുന്ന മരങ്ങളല്ലേ. ആ സമയത്ത് ഞങ്ങളുടെ മൻഹാട്ടനിലൊക്കെ ഇതൊക്കെ പൊട്ടിച്ച് എൻ്റെ തണ്ട് എൻ്റെ ഒരു ചെറിയ ഹൈറ്റിൽ ഇത് മുറിച്ചെടുത്തിട്ട് നമുക്ക് നല്ല കാശ് അതിനൊക്കെ. ഇത്ര ചെറിയൊരു പീസിനൊക്കെ $40-40 ക്രിസ്മസ് ടൈമിൽ ഒരു വിൽക്കുക. ഇവിടെ ഒന്ന് കട്ട് ചെയ്തുകൊണ്ടായാൽ മതി. എത്രയാ? എന്ത് പാട്ടാ പാടണാമി? ഇപ്പോൾ ഇവിടെ ക്ലിയർ ആയിട്ട് നമ്മൾ കയറുമ്പോൾ ഇത് കുറഞ്ഞു തുടങ്ങി. മൗണ്ടൻ നമുക്ക് കാണാപ്പോഴും പറ്റില്ല. മുകളിൽ തന്നെ അങ്ങനെ നമ്മൾ ഈ ഹോട്ടലിലെത്തി. ഹോട്ടലിലാണ് നമ്മുടെ ഫുഡ്. വല്ല സാൻഡ്വിച്ചോ അങ്ങനെ എന്തെങ്കിലും കിട്ടുമോ നോക്കാം. നമ്മുടെ ആളെ കാണാമല്ലോ. അതെ, നമ്മൾ ഹോട്ടലിൽ കയറുകയാണ്. തിരക്കാവൂല. എന്താ മാപ്പുണ്ടോ? നമ്മുടെ ഡ്രൈവർ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആളെ വെയിറ്റ് വെക്കുക. ടെമ്പറേച്ചർ കാണിക്കുന്നത് 9 കേട്ടോ ടെമ്പറേച്ചർ. നമ്മുടെ ആൾ വന്നു കേട്ടോ. അപ്പോൾ ആൾ നമുക്ക് ഫുഡ് വാങ്ങി തരണ്ടേ. സാൻഡ്വിച്ച് മതി. പിന്നെ എന്താ കിട്ടുക? പിന്നെ എന്താ പിസ്സ അല്ലേ എടുക്കാൻ പറ്റില്ല? നമുക്ക് സാൻഡ്വിച്ച് മതി. നമ്മളാദ്യം പിസ്സ എടുക്കാൻ പോകണേ. പിസ്സ കിട്ടി നമ്മുടെ മാമി. ഈ അമൂലിക്ക് എന്താ? അമൂല് ഹോട്ട് ഡോഗ് അല്ലേ? ഞങ്ങളിങ്ങനെ ഇരുന്ന് കഴിക്കാണ് ഇവിടെ. ആമിക്കുട്ടിക്ക് ഒരു ജ്യൂസ് എടുത്തു. ഇവിടെ രക്ഷയില്ലാട്ടോ. ഇവിടെ കറക്റ്റായിട്ട് കാണുന്നുണ്ട് രണ്ടറ്റങ്ങളിൽ. നമ്മളിത് ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഈ സൈഡിലേക്ക് ഇറങ്ങി. അപ്പം ഇങ്ങനെ വ്യൂകൾ കാണാം. അമ്മ കാണൊക്കെ മഞ്ഞാണ് കേട്ടോ. അവിടെ ഇതൊക്കെ കാണാണ്ട് കേട്ടോ. ഇതാണ് ശരിക്കും മറ്റേ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് മിസ്സായത്. ഇതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ആ ഭാഗത്തൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ മൂടി കിടക്കണം. ഇവിടേക്ക് ഒന്ന് ക്ലിയർ ആയി വരുന്നുണ്ട്.
എന്താ ക്ലിയർ, എന്ത് രസം കണ്ട്, നല്ല ഭംഗിയുണ്ട്. എന്താ കളർ അല്ലേ, കളറൊക്കെ നല്ല രസമുണ്ട് കേട്ടാ. നമ്മുടെ വണ്ടി അതാ, നമ്മുടെ വണ്ടി നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെ ഞങ്ങൾ വണ്ടിയുടെ അടുത്തേക്ക് പോവാണ്, തിരിച്ച് വണ്ടിയിൽ കയറുകയാണ്. അപ്പോൾ അതൊക്കെ നല്ല ക്ലിയർ ആയി തുടങ്ങിയിട്ടാ. അതേ വണ്ടിയിൽ കയറി വീണ്ടും അടിപൊളി വ്യൂ ആട്ടപ്പോ അങ്ങോട്ട്. നമുക്ക് ഭാഗ്യത്തിന് ഈ സൈഡിലത്തെ കുറച്ച് ഭാഗങ്ങൾ കാണാൻ പറ്റും. മെയിൻ കിട്ടിയില്ല, ചിലപ്പോൾ കുറച്ച് തന്നെ ഈ റൈറ്റ് സൈഡിൽ കോട ഇറങ്ങി അത് കാണാൻ നല്ല ഭംഗിയാവും. നമ്മുടെ സമയം വൈകിയോണ്ട് ഞങ്ങൾ അടുത്ത ലാസ്റ്റ് പോയിന്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് പോയിന്റ് ഏതാ മൂല്യം? ലേക്കാണ്, ഏതൊരു ലേക്കാണ്, അവിടെ എത്തിയിട്ട് പറയാം. വ്യൂ ഉണ്ട്, വ്യൂ വ്യൂ. ഇവിടെ ഒരു ചെറിയ ലേക്ക് ഉണ്ട് കേട്ടാ. നമ്മളിത് എവിടെയാണ് ഇറങ്ങണേ? Fortunately, it's froggy, just like when we're on the paradise. So yeah, you cannot see the mountain, and then obviously cannot see the reflection. Okay. Yeah, unfortunately. ഓഹോ, അടിപൊളി ലേക്ക് അല്ലേ. ഈ ലേക്കിൻ്റെ പറ്റി എന്താ വെച്ചാൽ ശരിക്കും ഇവിടെ മൗണ്ടെയിൻ ഉണ്ട്, അതിൻ്റെ റിഫ്ലക്ഷൻ ശരിക്കും ഈ വെള്ളത്തിൽ കാണുന്ന പറഞ്ഞത്. പക്ഷെ നമുക്ക് ഭാഗ്യമുള്ളതുകൊണ്ട് അത് കാണാൻ പറ്റില്ല. അടിപൊളി ലേക്ക്. About 2 hours and 10-15 minutes drive. If anybody need to use the restroom, please let me know. I will be a staff, okay? If nobody raise hand or say anything, I will go straight back to Seattle. Okay? അങ്ങനെ നമ്മുടെ ടൂർ കഴിഞ്ഞു. ഇനിയിപ്പോൾ തിരിച്ചു പോവാണ് സിയാറ്റിലേക്ക്. ഇതായിരുന്നു ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. അപ്പോൾ അവിടെ എത്തി ലേക്ക്. നമ്മൾ തിരിച്ച് സിയാറ്റിൽ പോവാണ്. ഇനി 1.25 മണിക്കൂർ ഇവിടുന്ന് യാത്രയുണ്ട്. ഫോഗായതുകൊണ്ട് നമുക്ക് കുറേ ഒന്നും കാണാൻ പറ്റിയില്ല. നല്ല ഫോഗുള്ള ദിവസമാണ് നമ്മൾ നിന്നത്. ശരിക്കും ഫോഗല്ലായിരുന്നെങ്കിൽ ഇവിടെ ഉള്ളവർ വേണം അടിപൊളിയായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ആ ലേക്കിൽ ആ മൗണ്ടൈൻ്റെ റിഫ്ലക്ഷൻ വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയാവും. അപ്പോൾ നല്ല ഭാഗ്യമുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊക്കെ കാണാൻ പറ്റിയില്ല. അങ്ങനത്തെ ഞങ്ങൾ എത്താറായി, നമ്മളെ പിക്ക് ചെയ്ത സ്ഥലത്ത് എത്താറായി. നമ്മൾ ഇവിടെ നിന്നാണ് കയറിയത്. ഇവിടെ എവിടെയാണ് ഇവിടുന്ന് കയറി നമ്മൾ രാവിലെ. അങ്ങനത് ഞങ്ങൾ ഇറങ്ങി. ഇനി ഇത് ഊബർ വിളിക്കണം, റൂമിലേക്ക് തിരിച്ചു പോകണം. അതാണ് അടുത്ത പരിപാടി. ഇതാണ് ഇവിടുത്തെ ചൈന ടൗൺ കേട്ടോ. എല്ലാ സ്ഥലത്തും ചൈനീസിൽ എഴുതിയിട്ടുണ്ട്. എൻ്റെ സ്ട്രീറ്റിൻ്റെ നെയിമൊക്കെ ചൈന. അപ്പോൾ അത് ഇവിടുത്തെ ചൈന ടൗൺ ആണ്. ഇതവിടെ ഒരു ഇത് കണ്ട് ഡ്രാഗണിൻ്റെ ഒക്കെ ചിഹ്നമുണ്ട്. ചൈന ടൗൺ. അതങ്ങനെ ഞങ്ങൾ ഊബർ ബുക്ക് ചെയ്തു. ഏതാ പറഞ്ഞാൽ ഹോണ്ട അക്കോർഡ് അല്ലേ. അപ്പോൾ ഹോണ്ട അക്കോർഡ് വരുന്നതിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നേരെ ഹോട്ടലിലേക്ക് ഞങ്ങൾ പോണേ. നമ്മുടെ വണ്ടി വന്നു. പോയിക്കൊണ്ടിരിക്കുകയാണ് തിരിച്ച്. അങ്ങനെ നമ്മൾ ഹോട്ടലിലെത്തി. അങ്ങനെ ഞങ്ങൾ റൂമിൽ തിരിച്ചെത്തി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാം ചെയ്യണം. അപ്പം ശരി.